അപ്പോൾ ഈ കല്യാണത്തിന് റെഡി ആയിട്ട് പോവാണ്. വെളുപ്പിനാണ് പോണത്. ഞാൻ മാത്രം പോണുള്ളൂ. അപ്പോൾ എന്നെ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ അനിയൻ ദേ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണത് മലപ്പുറത്തേക്കാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ മോളുടെ കല്യാണമാണ്. ഞാനിതിന് മുമ്പത്തെ മനസ്സമ്മതത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് ആയതുകൊണ്ട് തന്നെ പിള്ളേരൊന്നും കൊണ്ടുപോകണില്ല. പിന്നെ ചേച്ചി ഒന്നും ഇവിടെ ഇല്ലല്ലോ, അവർക്ക് കോഴിക്കോട് പോയേക്കല്ലേ. അപ്പം അമ്മയുടെ അടുത്താണെങ്കിലും വേറെ ആരും ഇല്ല. അപ്പം ഞാൻ മാത്രം പോകാമെന്നുള്ളൊരു ഡിസിഷൻ അങ്ങനെ എടുത്തു. അപ്പം അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. നേരത്തെ എണീറ്റു, 4 മണിയൊക്കെ ഇപ്പോൾ എണീറ്റു. ഒരു 5:30 ആകുമ്പോഴേക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ബസ് നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നാണ് പോണേ. അപ്പോൾ അവിടെ വരെ ഞാൻ 2 വീലറിൽ ഫസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആവശ്യം വരും വണ്ടി. അപ്പോൾ ഇവൻ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ രാത്രി ചെറുതായിട്ടൊരു മഴയൊക്കെ ചാറിയായിരുന്നു. ഇനി കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്തായാലും മഴയൊന്നും പെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോയത്. അപ്പോൾ ഞങ്ങളോട് വന്നപ്പോഴേക്കും നമ്മുടെ വണ്ടികളൊക്കെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ മിറാക്കിൾ എന്ന് പറഞ്ഞ വണ്ടിയിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ എല്ലാവരും എത്തി. ഞാനും ജാസ്മിനും പിള്ളേരൊന്നും ജാസ്മിൻ്റെ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും ജാസ്മിനാണ് ഒരുമിച്ചിരുന്നായിരുന്നത്. മമ്മിയും ഡാഡിയും ഉമ്മാനും പിന്നെ എൻ്റെ അനിയനും വൈഫും എല്ലാവരും നമ്മുടെ വണ്ടിയിലുണ്ട്. അങ്ങനെ നല്ല ഫുൾ ലൈറ്റുള്ള വണ്ടിയായിരുന്നു കേട്ടോ. ഫുൾ ടൈം ലൈറ്റും പാട്ടും ആ ഒരു വൈബുള്ളൊരു വണ്ടിയായിരുന്നു. പിന്നെ വണ്ടിയിൽ കയറി പിന്നെ നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. കാരണം ദൂരം ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ അങ്ങനെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വേഗം ഉറങ്ങിയിട്ടാ. അപ്പോൾ അത് കാരണം കുറേ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. അത്ര ഉറക്കത്തിലായിരുന്നു. പിന്നെ തൃശ്ശൂരൊക്കെ എത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പെട്രോൾ പമ്പിൽ ഇറങ്ങി. പിന്നെ വാഷ്റൂമിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ പോയി. അപ്പവും സ്റ്റൂ ആയിരുന്നു, പിന്നെ ചായയും അതൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരോടും കൂടി വർത്താനം പറയാണ്. ഞങ്ങൾ വണ്ടിയിൽ കയറിയപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ പെട്രോൾ പമ്പിലായിരുന്നു കേട്ടോ. സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം പോണ വഴിയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ കൂടെ പാസ് ചെയ്തെന്ന് പോലും ഞാൻ കണ്ടില്ല. ഞാൻ അത്രയും ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലായിരുന്നു. പിന്നെ ക്ഷീണം ഉണ്ടാവണ്ട എന്ന് വെച്ചാൽ ഉറക്കത്തിൻ്റെയും ഉണ്ട്. പിന്നെ എനിക്ക് ഛർദ്ദിക്കുക എന്നുള്ളൊരു ഉള്ളിലൊരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്തിട്ട് കുറേ നാളായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് തുറന്നപ്പോൾ ഈ പാലം ഇടിഞ്ഞ് കിടക്കണ ഈ പാലം കണ്ടേ. ഇത് സ്ഥലം ഏതാണെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പറയണേ. എന്താണ് ഈ പാലം ഇടിഞ്ഞ് കിടക്കണേ? ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് വീഡിയോ തുടങ്ങിയപ്പോൾ നല്ല ലെങ്ത്തിൽ തന്നെ പാലം ഇടിഞ്ഞിടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ഇതെന്താണ് സംഭവം എന്ന് പറയുന്ന എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അടുത്തിരിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ ആർക്കും അങ്ങനെ വലിയ ഇതുണ്ടായില്ല കേട്ടോ, അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി. ചെറുതായിട്ട് ഉറക്കപ്പിച്ചൊക്കെ ഉണ്ട് മുഖത്ത്. പിന്നെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ വണ്ടി ചെറുതായിട്ട് റൂട്ടൊന്ന് മാറിപ്പോയായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് ഓൾറെഡി. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ.
ദേ ഇതാണ് കേട്ടാ അഗ്ഗിയുടെ ഫാമിലി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. നോബി ചേട്ടൻ, ഇതാണ് ഞാൻ ചേട്ടൻ എന്ന് പറഞ്ഞ നോബി ചേട്ടൻ, ജിഷ ചേച്ചി. അപ്പോൾ ദേ ഇനി ഇവർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളിതേ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടാ. നമ്മൾ ഈ ഏരിയ ഒന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല ഹൈറ്റുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പള്ളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പള്ളി. അങ്ങനെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങളിത് ഇനി പള്ളി ഹാളിലേക്ക് പോവാണ്. ബാക്കിയുള്ള ഫങ്ഷൻസൊക്കെ നടക്കുന്നത് പാരിഷ് ഹാളിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞങ്ങളത് ഇറങ്ങാണ്, സ്റ്റെപ്പ് ഇറങ്ങി പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല നല്ല ഹൈറ്റിലുള്ള പള്ളിയാണ്, അപ്പോൾ അതുപോലെ തന്നെ ഇറങ്ങാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് മണവാളിനും മണവാട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മധുരം വെക്കട്ടെ, മധുരം വെക്കട്ടെ. അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിത് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല പരിപാടിയായിരുന്നു, ഫുഡാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോയി ഐസ്ക്രീമൊക്കെ മേടിച്ച്, പുഡിങ്ങും ഐസ്ക്രീമും ഹൽവയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൂടി മേടിച്ച് ഞങ്ങളിതേ തിരിച്ച് വരുന്ന വഴിയിൽ ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിതേ വീണ്ടും അകത്തേക്ക് തന്നെ കയറാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാവരും കൂടി ഫാമിലി ഫോട്ടോ എടുക്കണം. പിന്നെ പെണ്ണ് എൻ്റെ ഡ്രസ്സൊക്കെ മാറി മന്ത്രകോടി കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് പോണത്. അപ്പം അങ്ങനെ നമ്മുടെ അഗ്ഗീനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടി. അങ്ങനെ ദേ ഫങ്ഷൻസൊക്കെ കഴിഞ്ഞു, മന്ത്രകോടിയൊക്കെ മാറി ഞങ്ങളിതേ ബസ്സിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാറിലും ബസ്സിലൊക്കെ ആയിട്ട് ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ ലിബിച്ചേട്ടൻ എല്ലാവരും ഉണ്ടോ എന്നുള്ള തലയെണ്ണലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേര് നമ്മൾ പുറത്തിറങ്ങിയ ആൾക്കാർ എല്ലാവരും ഉണ്ടോ എന്ന് കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അത് പപ്പാടെ കൊടുക്കാൻ. അമ്മ 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 കഴുത്തിലിട്ടാ മതി. അല്ലെ കൊളുത്തൂരി ഇട്ടിട്ട് കൊടുത്താൽ ദൂരം കിട്ടും. ബാക്കി പിന്നെ ശരിയാക്കാം. അമ്മ 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 ഷെയ്ക്കാണ്ട് പപ്പയ്ക്ക് അവർ തമ്മിൽ ഷെയ്ക്കാണ്ട് അത് ആ ബാക്കിലേക്ക് ആൻഡ്രോസ് മേടിച്ച് കല്ലുകൊടുക്ക് അപ്പാപ്പനെന്ത് ചെയ്യും? അങ്ങനെ അഖിനെ കൈ കൊടുത്ത് കേൾപ്പിച്ച് ഞങ്ങളിതേ പോവാണ് കേട്ടോ. ബസ്സിൽ കയറി. അപ്പം ഇനി ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാൻ പോവാണ്. പിന്നെ ആരും കരഞ്ഞില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കരയുന്നത് സന്തോഷമായിട്ടല്ല, എന്നാലും ഞാനൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങളാരെങ്കിലും കരഞ്ഞില്ലേ എന്ന് പറയണേ, ഒന്നറിയാൻ വേണ്ടിയാണ്. എല്ലാവരും ഹാപ്പിയാണ്, നമ്മൾ കരയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്കുള്ളിലൊരു മിസ്സിങ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതാണ് നമ്മൾ കരച്ചിലിൽ കൂടെ പ്രകടമാക്കണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല തിരക്കായിരുന്നു, പോണ വഴിയിൽ നല്ല ബ്ലോക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോണ വഴിയിൽ എല്ലാവരും കൂടി ചായ കുടിക്കാൻ ഇറങ്ങി. പിന്നെ ചായ കുടിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്താൻ പോവാണ്. സ്റ്റീവും ഗ്രേസൊക്കെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.